രാത്രി ഉറങ്ങാൻ ബെഡിലോട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പപ്പിയുടെ കളി ഇതാണ്. വേറെ ഒന്നും അല്ലടാ, ഇവൾക്ക് ഇവളല്ലാതെ ഇവളുടെ റൂമിൽ ഒന്നിനെയും കാണുന്നത് ഇഷ്ടമല്ല. ഐ മീൻ പാറ്റ, പല്ലി, എട്ടുകാലി, ഉറുമ്പ്, ഈ 4 ഐറ്റത്തിൽ ഏതെങ്കിലും ഒന്നിനെ കണ്ടു കഴിഞ്ഞാൽ ഇവൾ അവിടെ കിടന്ന് കൊരച്ച അകറി എല്ലാ ആൾക്കാരെയും വിളിച്ചുണർത്തും. ഇനി ഇവളുടെ കൊര കണ്ടിട്ടോ പാവം പല്ലി വരെ സൈഡ് മാറി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ പറയുന്നത് ഒരു പാറ്റ കണ്ടിട്ടുള്ള വെപ്രാളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ 4 മൂലയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പാറ്റയെ പിടിക്കാനുള്ള വെപ്രാളത്തിലാണ്. പുള്ളിക്കാരത്തി ചാടണ്ടാതെ കരുതിയിട്ട് അമ്മ അവിടെ 2 ചെയറും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവൾക്ക് ചാടി പിടിക്കാനും പറ്റത്തില്ല. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പം അന്ന് ഇവളുടെ കഥ പറഞ്ഞു നിർത്തിയില്ലേ, ഇവളോടുള്ള എൻ്റെ പേടി പോയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ പാപ്പിക്കുട്ടിക്ക് വയ്യാതായി. ഇവൾ വന്നിട്ട് 2 മാസത്തിനുള്ളിലാണ് അങ്ങനെ വരുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കും അമ്മയ്ക്കൊക്കെ ഇവളെ ശ്രദ്ധിക്കാൻ അത്ര സമയം ഉണ്ടായിരുന്നില്ല എന്നല്ലടാ, ഞങ്ങൾക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവളെ മൈൻഡേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ കുട്ടിക്കാലം ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വേറെ യൂട്യൂബിലൊക്കെ ചെറിയ പപ്പികളെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സങ്കടമാവും. കാരണം എന്താ വെച്ചാൽ ഇവളെ ഞാൻ മിസ് ചെയ്തല്ലോ, ഇവളുടെ കുട്ടിക്കാലം ആസ്വദിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച്. ഒന്നുമല്ല, പേടി കാരണം ആസ്വദിക്കാൻ പറ്റാതിരുന്നതാണ്. അപ്പം ഇവളോടുള്ള പേടി പോയത് എങ്ങനെയാ വെച്ചാൽ, പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു 2 മാസമൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ പപ്പിക്കുട്ടിക്ക് വയ്യാതായി. വേറൊന്നുമല്ല, ഇവൾക്ക് വെള്ളം ഞങ്ങൾ അധികം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അനിയത്തി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു വെള്ളം അധികം കൊടുക്കരുതെന്ന്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്താ കാര്യം എന്ന്. അത് പിന്നെ ഇവൾ വെള്ളം കുടിക്കാതെയായി. പിന്നീട് ഇവൾക്ക് പെട്ടെന്ന് എന്തോ വയ്യാതായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവള് 2 ആഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ, ഇവളുടെ കിഡ്നി ഫെയിലിയറാണ്, മീൻസ് കിഡ്നിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആകെ സങ്കടമായി കേട്ടോ. കാരണം ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരാളല്ലേ ഇവള്. അപ്പം തൊട്ടിട്ടാണ് പിന്നെ ഇവള് കുറേ ദിവസം തളർന്നു കിടന്നുണ്ടായിരുന്നു. ഇവളുടെ കൈയും കാലൊന്നും അനങ്ങത്തില്ല, കണ്ണ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാവും, അത്രയും തളർന്നു കിടന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാനിവളെ തൊടാൻ പഠിച്ചത്. അങ്ങനെ ഇവൾ പിന്നീട് എണീക്കുമ്പോഴത്തേനും എൻ്റെ പേടിയൊക്കെ പോയി. അപ്പോൾ ഇവളെ എങ്ങനെ എണീപ്പിച്ച് നിർത്തിയെന്നുള്ള കഥയൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. എങ്ങനെയാ വെച്ചാൽ, അതിന് ഞാനും അമ്മയൊക്കെ ഒത്തിരി ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാര്യം. പിന്നീട് ഡോക്ടർ ഞങ്ങളുടെ ട്രിക്കൊക്കെ കണ്ട് ഡോക്ടർ വരെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവളുടെ പഴയ റിസൾട്ടും പുതിയ റിസൾട്ടും ഇനി ഡോക്ടർ റിസൾട്ട് മാറിപ്പോയതാണോ എന്ന് വരെ തിങ്ക് ചെയ്തിട്ട് അങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയതാണ് ഈ മുത്തിനെ. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തു.